ഹലോ മക്കളെ, വെൽക്കം ടു എം എസ് സൊല്യൂഷൻ. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ? സനൂപ് സാറാണ്. എടാ, SSLC ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. നമുക്ക് 6 മാർക്കിന് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ക്ലൈമാറ്റിക് റീജിയൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. എടാ, ഇതിൽ 4 മാർക്കും എവിടെ പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാപ്പ് മാർക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. അത് സെപ്പറേറ്റ് വീഡിയോ മാച്ച് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ അത് അപ്ലോഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾ നോക്കുക, സെറ്റാക്കി വെക്കുക. 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇതിൻ്റെ 4 ഏരിയകൾ 4 മാർക്കും സെറ്റാകുന്ന രീതിയിൽ കണക്ഷൻ വെച്ചുകൊണ്ട് അടയാളപ്പെടുത്തി കാണിച്ചു തന്നുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഏരിയ പക്കയാക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ വെക്കുക കേട്ടോ. ഇതിൽ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആയിരിക്കും പിന്നെ വരിക. സോ അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയകൾ എന്ത് ചെയ്യുന്നു മാത്രം കവർ ചെയ്ത് പോകുന്നു. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു നോട്ടിൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇത് ഞാൻ സ്വന്തം ഉണ്ടാക്കിയ നോട്ടാണ്, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് ഞാൻ കരുതുന്നു. മക്കളെ നോക്കിക്കോ, നമുക്ക് ആകെയുള്ളത് 8 ക്ലൈമാറ്റിക് റീജിയൻ, 8 കാലാവസ്ഥാ മേഖലയാണെങ്കിൽ അതിൽ ഈ 6 കാലാവസ്ഥാ മേഖലയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കി വെക്കാം. അതിൽ മക്കളെ നമ്മളൊരു പാട്ടിലൂടെയാണ് തുടങ്ങുന്നത്. ഈ പാട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ലൈവിൽ പോയി ജോയിൻ ചെയ്താൽ മതി. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ പറയുന്നത് മൺസൂണിനെ കുറിച്ചാണ്. മൺസൂണിൻ്റെ കാലാവസ്ഥ സവിശേഷത എന്ന് പറയുമ്പോൾ ലോങ് ആൻഡ് ഹ്യൂമിഡ് സമ്മർ ആൻഡ് ഷോർട്ട് ആൻഡ് ഡ്രൈ വിൻ്റർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘവും ആർദ്രവുമായ വേനൽക്കാലവും അതുപോലെ ചുരുങ്ങിയതും വരണ്ടതുമായ ശൈത്യകാലമാണ് അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ ആനുവൽ റെയിൻഫാൾ എന്ന് പറയുന്നത് ഓവർ 1000 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചാൽ 1000 സെൻറ്റിമീറ്റർ മുകളിലാണ് ഇവിടുത്തെ വാർഷിക മഴ എന്ന് പറയുന്നത്. ഇവിടുത്തെ സസ്യങ്ങൾ നോക്കുമ്പോൾ എവർഗ്രീൻ ആണ്, ഡെസിഡസ് ആണ്, നിത്യഹരിത വനങ്ങളുണ്ട്, ഇലപൊഴിയും കാടുകളുണ്ട്. മനുഷ്യപ്രവർത്തനങ്ങൾ അഥവാ ഹ്യൂമൻ ആക്ടിവിറ്റി നോക്കുന്ന സമയത്തോ അവിടെ തീവ്ര ഉപജീവന കൃഷിയും സ്ഥാനമാറ്റ കൃഷിയുമാണുള്ളത്. അഥവാ ഇൻറ്റൻസീവ് അഗ്രികൾച്ചറും ഷിഫ്റ്റിംഗ് കൾട്ടിവേഷനുമാണ് ഉള്ളത്. മക്കൾ മനസ്സിലാക്കി വെക്കാം. ഇത്രയുള്ള മൺസൂണിനെ കുറിച്ച് പഠിക്കാൻ ഷോർട്ട് ആക്കിയിട്ട് വെച്ച് മതി. ഓക്കെ, രണ്ടാമത്തെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാവന്യാണ്. സാവന്യ കാലാവസ്ഥാ മേഖല. എടാ, ഇത് നമുക്ക് ഇരു അർദ്ധഗോളങ്ങളിലും 10 മുതൽ 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിലാണ് കാണപ്പെടുന്നത്. മക്കൾ മനസ്സിലാക്കി വെക്കുക, 10 മുതൽ 30 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ. ഇതിൻ്റെ കാലാവസ്ഥ സവിശേഷത എന്ന് പറയുമ്പോൾ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് എന്താണ്? ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും തണുപ്പ് കുറഞ്ഞതും വരണ്ടതുമായ ശൈത്യകാലവും അനുഭവപ്പെടുന്നു. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മക്കളെ, ഇവിടുത്തെ ആനുവൽ ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 21 ഡിഗ്രി മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതേസമയത്ത് ഇവിടുത്തെ റെയിൻഫാൾ നോക്കുമ്പോൾ മഴ എത്രയാണ്? 25 മുതൽ 125 സെൻറ്റിമീറ്റർ വരെയാണ്. ഇവിടുത്തെ വെജിറ്റേഷൻ നോക്കുമ്പോൾ മക്കളെ വളരെ സിമ്പിളാണ്, നിസാരാടാ. എടാ, ഏതാടാ? ഡെസിഡിയസ് ട്രീസും ഉണ്ട്, ടോൾ ഗ്രാസസും ഉണ്ട്. എടാ, ഇലപൊഴിയും കാടുകളുണ്ട്, ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളുണ്ട്. സാവന്ന എന്ന് പറഞ്ഞാൽ എന്താടാ? ഉഷ്ണമേഖലയിലുള്ള പുൽവർഗ്ഗങ്ങളല്ലേ? അത്ര ആലോചിച്ചാൽ മതി. ഇവിടുത്തെ മനുഷ്യപ്രവർത്തനങ്ങൾ കൃഷിയും മൃഗപരിപാലനമാണെന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക. അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. മക്കളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എവിടെയൊക്കെ കൃഷിയുണ്ടോ അവിടെയൊക്കെ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്. സോ അതുകൊണ്ട് എഴുതി കൊടുക്കുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക എഴുതി കൊടുക്കുക. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതായിരിക്കും. സോ മക്കളെ, കൃഷി ഉണ്ടെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി മറക്കരുത്. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മരുഭൂമിയെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഒരു വളരെ മനോഹരമായ ഒരു പാട്ടുണ്ട്, ലൈവിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. സോ നമ്മളിവിടെ ലെങ്ത് കൂട്ടുന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട് മാത്രം നമ്മൾ തരുന്നു. അവിടുത്തെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വെസ്റ്റേൺ മാർജിൻസിൽ പടിഞ്ഞാറൻ അരികുകളിലായിട്ട് കാണപ്പെടുന്നു. അതിന് കാരണം മറ്റാരുമല്ല, വാണിജ്യവാദങ്ങൾ അഥവാ എന്താണ് ട്രേഡ് വിൻഡാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇവിടുത്തെ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ആനുവൽ ടെമ്പറേച്ചർ, ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ശരാശരി താപനില 30 ആണെങ്കിൽ ഏറ്റവും കൂടിയത് എത്ര ആയിരിക്കും? 58 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇവിടുത്തെ മഴ എന്ന് പറയുമ്പോൾ 25 സെൻറ്റിമീറ്റർ താഴെയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക, സെറ്റാക്കി വെക്കുക. ഇനി ഇവിടുത്തെ സസ്യങ്ങൾ ഏതൊക്കെയാണ്? കള്ളിമുൾച്ചെടികളുണ്ട്, കുറ്റിച്ചെടികളുണ്ട്, അതേപോലെ തന്നെ പനകളുണ്ട്, മരുപ്പച്ചകളുണ്ട്. ഏതൊക്കെയാണുള്ളത്? കാക്ടസ്, ഷ്രബ്സ്, പാംസ് ആൻഡ് ഒയാസസ്. മക്കളെ ഇത് സെറ്റാക്കി വെക്കുക കേട്ടോ. പിന്നെ ഇവിടുത്തെ ഹ്യൂമൻ ആക്ടിവിറ്റി അഥവാ മനുഷ്യപ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി. ഞാൻ പറഞ്ഞല്ലോ കൃഷിയുണ്ട്, അപ്പം മൃഗപരിപാലനം ഉണ്ടാവും. പിന്നെന്താണത്? മിനറൽ മൈനിങ്ങും ഓയിൽ മൈനിങ് എന്ന് വെച്ചാൽ ധാതുഖനനവും പെട്രോളിയം ഖനനവും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ടെന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കാം. ഇത്രയുള്ള ഉഷ്ണമരുഭൂമി കഴിഞ്ഞു. ഈ പാടത്തിൻ്റെ പകുതി സെറ്റാടാ. ഇനി ബാക്കി നോക്കിക്കേ. എടാ, അടുത്ത് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയാണ്. ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 30 മുതൽ 45 ഡിഗ്രി വരെയാണ് മനസ്സിലാക്കി വെക്കുക. കാലാവസ്ഥാ പ്രത്യേകത ഡ്രൈ സമ്മർ ആൻഡ് ഹ്യൂമിഡ് വിൻ്റർ ആണ്. മെഡി എന്ന് പറയുമ്പോൾ ഡി ഡ്രൈ സമ്മർ, നേരെ ഓപ്പോസിറ്റ് ഹ്യൂമിഡ് വിൻ്റർ ആണ്. എന്ന് വെച്ചാൽ ഡ്രൈ എന്ന് പറഞ്ഞാൽ വരണ്ട വേനലും ആർദ്ര ശൈത്യവും അനുഭവപ്പെടുന്നു. അതേപോലെ മക്കൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സമ്മർ ടെമ്പറേച്ചർ വേനൽക്കാല താപനില എന്ന് പറയുന്നത് 20 മുതൽ 25 വരെയാണ്. ശൈത്യകാല താപനില 10 മുതൽ 16 വരെയാണ്. അതേപോലെ തന്നെ മക്കളെ ഇവിടുത്തെ വിൻ്റർ റെയിൻഫാൾ മഴ എന്ന് പറയുന്നത് 30 മുതൽ 75 സെൻറ്റിമീറ്റർ വരെയാണ്. എന്ത് ചെയ്യുക മക്കളെ മനസ്സിലാക്കി വെക്കുക. ഈ മഴയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെസ്റ്റർലീസ് ആണ്, അഥവാ പശ്ചിമവാദങ്ങളാണെന്ന് എന്ത് ചെയ്യണം മക്കളെ കേൾക്കണം. ഇതായിരുന്നു നമുക്ക് ഈ മോഡൽ എക്സാമിൽ ചോദിച്ച ചോദ്യം. ഓക്കെ, അത് ഇൻഡയറക്റ്റ് ആയിട്ട് ശൈത്യകാലത്തെ കുറിച്ച് എന്ത് ചെയ്തു കൊടുത്തുകൊണ്ട് വിൻ്റർ സീസണെ കുറിച്ചുകൊണ്ട് കാലാവസ്ഥ സവിശേഷതകൾ എഴുതാൻ പറഞ്ഞു. ഇത് എഴുതി വെച്ചാൽ 2 മാർക്ക് അവിടെ സെറ്റായിരുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ മനുഷ്യപ്രവർത്തനങ്ങളെ കുറിച്ച്, ഹ്യൂമൻ ആക്ടിവിറ്റിയെ കുറിച്ച് ഞാൻ ചോദിക്കാം. ഇവിടുത്തെ സസ്യങ്ങൾ അഥവാ വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളായിട്ടുള്ള ഏതാണ്? ഓക്ക്, സിക്കോയ ഉണ്ട്. നിത്യഹരിത സ്തൂപിക വൃക്ഷങ്ങളായിട്ടുള്ള
പൈനും ഫിറും ഇവിടെ ഉണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ എവർഗ്രീൻ ട്രീസും ഉണ്ട്, അതുപോലെ എവർഗ്രീൻ കോണിഫേഴ്സ് ട്രീസും ഉണ്ട്, മനസ്സിലാക്കി വെക്കുക. ഹ്യൂമൻ ആക്ടിവിറ്റി മനുഷ്യപ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്താണോ അവിടെ നോക്കിയോ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൾട്ടിവേറ്റ് ചെയ്യുന്ന കൃഷി ആയിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പഴവർഗ്ഗങ്ങളും പച്ചക്കറി വർഗ്ഗങ്ങളും ചെയ്യുന്നുണ്ട്, ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ വൈൻ ഉൽപ്പാദനം, വൈൻ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഏരിയയാണ്. അതുപോലെ 70% ചെയ്യുന്നുണ്ട് സിട്രസ് ഫ്രൂട്ട്സ് അഥവാ നാരക ഫലങ്ങളുടെ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥ മേഖലയെ. ഇത്ര ആലോചിച്ചാൽ മതി. മെഡിക്കൽ കോളേജിൽ നമ്മൾ പോകുമ്പോൾ ചെയ്യും, വെറുതെ കൈ വീശി പോലല്ലോ, നാരങ്ങ കയറ്റി പോകും, അത് ആലോചിച്ചാൽ മതി. അപ്പോൾ മെഡിറ്ററേനിയൻ നാരങ്ങ, അത് അപ്പം കുത്തണം, മാപ്പിൽ വന്നാൽ ദിനം അപ്പം കുത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ മാപ്പിനെ കുറിച്ച് നമ്മുടെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല, അത് സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്, പോയിട്ട് കാണുക. ഓക്കെ, ഇനി അടുത്തതാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് അഥവാ മിതോഷ്ണ പുൽമേടുകൾ. 40 മുതൽ 55 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് കാണപ്പെടുന്നത്. അതേപോലെ ഇതിന്റെ കാലാവസ്ഥ സവിശേഷത എന്ന് പറയുമ്പോൾ എന്താ, ചുരുങ്ങിയ വേനലും ദീർഘമായ ശൈത്യവും, ഷോർട്ട് സമ്മർ ആൻഡ് ലോങ് വിന്റർ. ഇവിടെ അങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും എന്താണ്, ഷോർട്ട് സമ്മറും ലോങ് വിന്ററുമാണ്. ഓക്കെ, ഇനി ഇവിടുത്തെ കാലാവസ്ഥ സവിശേഷത എന്ന് പറയുമ്പോൾ സമ്മർ ടെമ്പറേച്ചർ, വേനൽക്കാല താപനില എന്ന് പറയുമ്പോൾ വളരെ കൂടുതലാണ്, ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലാണ്. വിന്റർ ടെമ്പറേച്ചർ അഥവാ ശൈത്യകാല താപനില എന്ന് പറയുമ്പോൾ 2 മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. എന്നാൽ വാർഷികമായ ആനുവൽ റെയിൻഫാൾ എന്ന് പറയുന്നത് 25 മുതൽ 60 സെന്റിമീറ്റർ വരെയാണെന്ന് മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടുത്തെ വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് പറയുമ്പോൾ മിതോഷ്ണ പുൽമേടുകളാണ്. പുൽമേടാകുമ്പോൾ പിന്നെ ഇവിടെ എന്താ ഉണ്ടാവുക, യെസ് ഗ്രാസസ് മാത്രമേ ഉള്ളൂ. വെറൈറ്റി ഓഫ് ഗ്രാസസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള പുല്ലുവർഗ്ഗങ്ങളാണ് ചെയ്യുന്നത് ഇവിടെ കാണപ്പെടുന്നത്. ഇനി അടുത്ത് ഹ്യൂമൻ ആക്ടിവിറ്റി അഥവാ മനുഷ്യപ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്താ ഉള്ളത്, ഗ്രെയിൻ ഫാമിംഗ് ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ധാന്യകൃഷിയും മൃഗപരിപാലനവും ഉണ്ട്. സംഭവം സെറ്റല്ലേ, ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വ്യത്യസ്ത പേരുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് മാപ്പിലാണ് ആവശ്യം. മാപ്പ് യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓക്കെ, നമ്മുടെ ചാനലിൽ കോഡും ട്രിക്സും ടിപ്സും ഒക്കെ ആയിട്ട് എന്തുണ്ട്, എങ്ങനെ അടയാളപ്പെടുന്നതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ടൈഗയെക്കുറിച്ച്. അവസാനത്തെ ഒരാളാണ് ടൈഗ. ഇത് കാണപ്പെടുന്ന മക്കളെ ഇരു അർദ്ധഗോളങ്ങളും ബോത്ത് ഹെമിസ്ഫിയറിലല്ല ഇത് കാണപ്പെടുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ മാത്രം, അതാ ഉത്തരാർദ്ധഗോളത്തിൽ മാത്രമാണ് ചെയ്യുന്നത് ഇത് കാണപ്പെടുന്നത്. എത്ര ഡിഗ്രി മുതലാണ്, 55 മുതൽ 70 ഡിഗ്രി വരെ. എന്തുകൊണ്ടത് സദേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധഗോളത്തിൽ കാണപ്പെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദക്ഷിണാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിൽ വൻകരകളുടെ വ്യാപ്തി പൊതുവെ കുറവാണ്. എന്ന് വെച്ചാൽ മക്കളെ ശ്രദ്ധിക്കുക, ബിക്കോസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് മാസ് ഈസ് ജനറലി ലെസ്. നോക്കി വെക്കണം, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ആ പോയിന്റ് കേട്ടോ. ഓക്കെ, ഇനി ഇവിടുത്തെ ക്ലൈമാറ്റിക് ഫീച്ചേഴ്സ് അഥവാ കാലാവസ്ഥ സവിശേഷത എന്ന് പറയുമ്പോൾ ഷോർട്ട് സമ്മർ ആൻഡ് ലോങ് വിന്റർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും ചുരുങ്ങിയ വേനലും ദീർഘമായ ശൈത്യമായിരിക്കും ഉണ്ടാവുക. സമ്മർ ടെമ്പറേച്ചർ, വേനൽക്കാല താപനില 15 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ശൈത്യകാല താപനില എന്ന് പറയുന്നത് -13 മുതൽ -25 ഡിഗ്രി സെൽഷ്യസ് വരെ പോകുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ വാർഷികമായ ആനുവൽ റെയിൻഫാൾ എത്രടാ, 50 മുതൽ 70 സെന്റിമീറ്റർ വരെ. അല്ല, നിങ്ങൾ ഇതിന്റെ ലൊക്കേഷൻ നോക്കിയാൽ ഈ 55 50 ആക്കി കഴിഞ്ഞാൽ 50 മുതൽ 70 ആയില്ലേ. അപ്പോൾ അങ്ങനെയും ഇത് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഈ മഴയ്ക്ക് കാരണം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മഴയ്ക്ക് കാരണമല്ല, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസിപ്പിറ്റേഷൻ അഥവാ വർഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്നോഫാൾ ആണ്, മഞ്ഞ് വീഴ്ചയാണ്. എന്ത് ചെയ്യുക മക്കൾ മനസ്സിലാക്കി വെക്കുക. വെജിറ്റേഷൻ മക്കൾ, ഇവിടുത്തെ പ്രധാനപ്പെട്ട വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ കോണിഫറസ് ട്രീസ് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നിത്യഹരിത സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ മാത്രം. ഏതൊക്കെയുള്ള പൈന്, ഫിർ, സ്പ്രൂസ്. എന്ന് വെച്ചാൽ നമ്മൾ റഷ്യയിലുള്ള ലാംഗ്വേജിൽ അവിടുത്തെ കോണിഫറസ് ട്രീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ടൈഗ എന്ന് പറയുന്നത്. ആ കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടുത്തെ മനുഷ്യപ്രവർത്തനം അഥവാ ഇവിടുത്തെ ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ മരം വെട്ടും കമ്പിളി രോമ വ്യവസായമാണ്, അഥവാ ലംബറിംഗ് ആൻഡ് വൂൾ ഇൻഡസ്ട്രി. ഇത്രയും കാര്യങ്ങൾ ഈ 6 ഏരിയകൾ സെറ്റാക്കി പഠിച്ചു കഴിഞ്ഞാൽ പ്രഡിക്ഷൻ ലൈവിൽ നമ്മൾ പറയും ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന്. അത് നിങ്ങൾ പഠിച്ചു പോയിക്കോ, എക്സാമിന് വരും, ഷുവറാണ് മക്കളെ. ഇനി അവസാനമായിട്ടൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇവിടെ അങ്ങനെ ഒരു ചോദ്യം ഈ പബ്ലിക്കിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും ജസ്റ്റ് നോക്കുക, എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ലോങ് ടേം ഷിഫ്റ്റ് ഇൻ weathering pattern and temperature that is caused by human activity or natural variability. മക്കളെ, അന്തരീക്ഷത്തിന്റെ താപനിലയിലും കാലാവസ്ഥയിലും മനുഷ്യപ്രവൃത്തി മൂലമുണ്ടാകുന്ന അല്ലെങ്കിൽ സ്വാഭാവിക വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ദീർഘകാല മാറ്റമാണെന്ന് പറയുന്നത് കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്നത്. നമുക്കത് പ്രധാനമായിട്ട് ബാധിക്കുന്നത് എവിടെയാണ്, നേപ്പാളിനെയും മാലദ്വീപിനെയാണ്. എങ്ങനെയാണ് ഇത് നേപ്പാളിനെ ബാധിക്കുന്നത്? നമ്മൾ ഹിമാലയ പർവ്വതത്തിൻ്റെ ഭാഗത്തുള്ള മഞ്ഞൊക്കെ ഉരുകിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് കടലിലേക്ക് പോകും. അങ്ങനെ കടലിലെ വെള്ളം ഉയരുമ്പോൾ എന്ത് ചെയ്യുന്നു, മാലദ്വീപ് മുങ്ങിപ്പോകാൻ കാരണമാകുന്നുണ്ട്. അതാണ് ഇവിടെ ഈ ഒരു കുറിപ്പിൽ ഞാൻ കൊടുത്തിട്ടുള്ള മക്കളെ ഷോർട്ട് ആക്കിയിട്ട് വെച്ചതാട്ടോ. ഓക്കെ, ഇനി അവസാനമായിട്ട് ഇവിടുത്തെ നമുക്കറിയാം ഇനീഷ്യേറ്റീവ് ഇന്റർവെൻഷൻസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട്. ക്ലൈമറ്റ് ആൻഡ് എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ അന്താരാഷ്ട്ര ശ്രമങ്ങളെ കുറിച്ചിട്ട് ഒരു ബോക്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് നോക്കി വെക്കണം. ആ ഒരു കാര്യം കൂടി നിങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സെറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടില്ല. മാപ്പ് ഞാൻ സെപ്പറേറ്റ് ചെയ്തതിന് മുന്നേ പലതവണ പറഞ്ഞു, നിങ്ങൾ സെറ്റാക്കി പഠിച്ചോ, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഓക്കെ, ബൈ.